1983 ജൂലൈ 23 മോൺട്രിയലിൽ നിന്ന് എഡ്മണ്ടിലേക്ക് പോകുന്ന എയർ കാനഡ ഫ്ലൈറ്റ് 143 ബോയിങ് 767. ഈ വിമാനത്തിൻ്റെ അടുത്ത സ്റ്റോപ്പ് ഒട്ടാവ. 61 യാത്രക്കാരും 8 പേരടങ്ങുന്ന ജീവനക്കാരും ഈ വിമാനത്തിലുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഡെക്കിൽ ക്യാപ്റ്റൻ റോബർട്ട് പിയേഴ്സണും ഫസ്റ്റ് ഓഫീസറായി മൗറീസ് കിൻഡലും. ഉച്ചയ്ക്ക് 1:21 റെഡ് ലേക്കിന് മുകളിൽ 41,000 അടി അഥവാ 12,497 മീറ്റർ ഉയരത്തിൽ ഈ ബോയിങ് വിമാനത്തിൻ്റെ ഇന്ധനം പൂർണ്ണമായും തീർന്നു. 2 എഞ്ചിനുകൾ നിലച്ചു. ഇതുമൂലം വിമാനത്തിന് വേണ്ട വൈദ്യുതി, ഹൈഡ്രോളിക് സിസ്റ്റം ഇവ പരിപൂർണമായും നിലച്ചു. പൈലറ്റിന് മിക്ക ഉപകരണങ്ങളുടെയും മുകളിലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഹൈഡ്രോളിക് സിസ്റ്റം തകരാറായതുകൊണ്ട് വിമാനം പറപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഫ്ലാപ്പുകളും ലാൻഡിംഗ് ഗിയറും പ്രവർത്തനരഹിതമായി. ഇതൊരു സാധാരണ വിമാനമായിരുന്നെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകുമായിരുന്നില്ല. ഏറ്റവും അടുത്ത വിന്നിപെഗ് എയർപോർട്ടിൽ എത്താൻ കഴിയാതെ പഴയ അടച്ചിട്ട കനേഡിയൻ എയർഫോഴ്സിൻ്റെ ഗിംലി എന്ന വിമാനത്താവളത്തിൽ ഇറക്കുവാൻ ക്യാപ്റ്റൻ തീരുമാനിച്ചു. എങ്ങനെയാണ് വിമാനത്തിൻ്റെ അത്യാവശ്യം വേണ്ട നിയന്ത്രണം അവർക്ക് വീണ്ടെടുക്കാനായത്? അങ്ങനെ ഏത് രീതിയിലാണ് അതിനകത്തുള്ള എല്ലാ യാത്രക്കാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്? നമുക്ക് നോക്കാം. ഹലോ, വെൽക്കം ടു റോംബോ സയൻസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിമാനയാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന, എന്നാൽ അധികമാർക്കും അറിയാത്ത ഒരു ജീവൻ രക്ഷാ സംവിധാനത്തെക്കുറിച്ചാണ്. ഇതിനെ വേണമെങ്കിൽ ഒരു എമർജൻസി ജനറേറ്റർ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. ഉയർന്ന ഓൾട്ടിറ്റ്യൂഡിൽ പറക്കുമ്പോൾ വിമാനത്തിൻ്റെ ഇന്ധനം തീരുകയോ ഹൈഡ്രോളിക് സിസ്റ്റം തകരാറിലാവുകയോ ഇലക്ട്രിക് സിസ്റ്റത്തിന് തകരാറ് സംഭവിക്കുകയോ ചെയ്താൽ ഒരു അടിയന്തര സാഹചര്യത്തിൽ വിമാനത്തിൻ്റെ ചിറകിൽ നിന്നോ അതിൻ്റെ ഫ്യൂസിലേജിൽ നിന്നോ, ഫ്യൂസിലേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിമാനത്തിൻ്റെ മെയിൻ ബോഡിയാണ്, ട്യൂബ്. ആ മെയിൻ ബോഡിയിൽ നിന്നോ പുറത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ടോ അല്ലെങ്കിൽ മാനുവലായിട്ടോ തള്ളി പുറത്തേക്ക് വരുന്ന ഒരു സംവിധാനമാണ് റാം എയർ ടർബൈൻ. ചുരുക്കി അതിനെ റാറ്റ് എന്ന് വിളിക്കുന്നു. ഇതൊരു ലൈഫ് ലൈൻ മെക്കാനിസമായി മാത്രം ഉപയോഗിക്കുന്ന സംവിധാനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വിമാനം പറക്കുമ്പോൾ കടന്നു പോകുന്ന വായുവിൻ്റെ ശക്തിയിലാണ് ഈ എയർ ടർബൈൻ പ്രവർത്തിക്കുന്നത്. ഇതൊരു കാറ്റാടി യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതിവേഗം വരുന്ന കാറ്റ് ഈ ടർബൈനെ കറക്കുകയും ആവശ്യം വേണ്ട വൈദ്യുതി, ഹൈഡ്രോളിക് പവർ ഇവ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. 35,000 വരെ ഈ എയർ ടർബൈന് RPM ഉണ്ടായിരിക്കും. ഒരു വിമാനത്തിൻ്റെ എല്ലാ എഞ്ചിനുകളും നിലയ്ക്കുക എന്ന് പറയുന്നത് വളരെ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു സാഹചര്യം എന്നാൽ വിമാനത്തിൻ്റെ എല്ലാ സിസ്റ്റങ്ങളും നിശ്ചലമാകും. ഹൈഡ്രോളിക് സിസ്റ്റം നിശ്ചലമാകും, കമ്മ്യൂണിക്കേഷൻ നിശ്ചലമാകും. ചുരുക്കി പറഞ്ഞാൽ വിമാനം പറത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേരും. അങ്ങനെ ഒരു കൂറ്റൻ പക്ഷിയെപ്പോലെ വിമാനം ആകാശത്തിൽ പറന്നടക്കും. ഈ ഒരു സാഹചര്യത്തിൽ വിമാനത്തെ നിയന്ത്രിച്ച് സുരക്ഷിതമായ സ്ഥലത്ത് ലാൻഡ് ചെയ്യിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് റാറ്റ്. വിമാനത്തിന് ആവശ്യമായ മെയിൻ പവർ സപ്ലൈ നൽകുന്നത് മെയിൻ എൻജിൻ തന്നെയാണ്. ഈ മെയിൻ എൻജിനുമായി ഘടിപ്പിച്ചിട്ടുള്ള ഓൾട്ടർനേറ്ററുകളാണ് ഈ പവർ സപ്ലൈ നൽകുന്നത്. ഓരോ എൻജിനുമായും ഓരോ ഓൾട്ടർനേറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്നാണ് വിമാനത്തിന് ആവശ്യമായ വൈദ്യുതിയും ഒപ്പം ഹൈഡ്രോളിക് സിസ്റ്റത്തിനെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ പവറും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനു പുറമെ ആക്സിലറി പവർ യൂണിറ്റ് അഥവാ APU എന്നൊരു യൂണിറ്റ് ഉണ്ടായിരിക്കും. കൊമേർഷ്യൽ വിമാനങ്ങളിൽ ഇത് വാലിൻ്റെ ഭാഗത്തായിരിക്കും ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതും ഒരു ടർബൈൻ എൻജിൻ തന്നെയാണ്. ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് ഈ എൻജിനും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏവിയേഷൻ ഫ്യൂവൽ ഇല്ലാതായി തീരുകയോ ഏവിയേഷൻ ഫ്യൂവലിന് കണ്ടാമിനേഷൻ വരികയോ ചെയ്തു കഴിഞ്ഞാൽ മെയിൻ എൻജിൻ നിലയ്ക്കുന്നതോടൊപ്പം APUവും നിലയ്ക്കും.
ഈ APUവിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് വിമാനം ലിഫ്റ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എയർപോർട്ടിൽ ഇത് കിടക്കുമ്പോൾ മെയിൻ എഞ്ചിൻ ഓഫായിരിക്കും. ആ സമയത്ത് ആവശ്യമായ എയർ കണ്ടീഷനിങ്ങും ലൈറ്റിനും മറ്റും വേണ്ട പവറും നൽകുന്നത് ഈ APU ആണ്. APU പ്രവർത്തിപ്പിക്കുന്നത് അതിനുള്ളിലുള്ള ബാറ്ററി ഉപയോഗിച്ചിട്ടാണ്. അതായത് ഇനിഷ്യൽ സ്റ്റാർട്ടിങ്ങിന് വേണ്ട പവർ നൽകുന്നത് ബാറ്ററിയാണ്. ഈ APUവും ഫെയിലായി കഴിഞ്ഞാലാണ് നാം റാറ്റിനെ ആശ്രയിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, റാറ്റിൻ്റെ പ്രവർത്തനത്തിന് ഫ്യൂവലിൻ്റെ ആവശ്യമില്ല. ഏറ്റവും അവസാനത്തെ ആശ്രയമായിട്ടാണ് നാം എല്ലായ്പ്പോഴും റാറ്റിനെ ഉപയോഗിക്കുന്നത്. ഈ APU ആയാലും ശരി, റാറ്റായാലും ശരി, അതൊരിക്കലും മെയിൻ എഞ്ചിന് പകരമല്ല. മെയിൻ എഞ്ചിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ത്രസ്റ്റ് നൽകുക, ആ ത്രസ്റ്റ് വഴി വിമാനത്തെ ലിഫ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഈ റാറ്റിനും APUക്കും വിമാനത്തിന് ത്രസ്റ്റ് നൽകുക അസാധ്യമാണ്. റാറ്റ് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ വിമാനത്തിലെ ലൈറ്റ്, ഹൈഡ്രോളിക് സിസ്റ്റം ഇവയൊക്കെ ഒരു പരിധിവരെ പ്രവർത്തിപ്പിക്കുകയും ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇവയൊക്കെ പ്രവർത്തിപ്പിച്ച് അടിയന്തര സാഹചര്യങ്ങൾ വിമാനത്തെ നമുക്ക് ലാൻഡ് ചെയ്യിക്കാൻ കഴിയും. ഈ റാറ്റ് എന്നത് വളരെ കോമ്പാക്റ്റും ശക്തവുമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു ബട്ടൺ അമർത്തുമ്പോൾ ഇത് വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് വരും. ശരിയായ പവർ ഔട്ട്പുട്ട് ലഭിക്കാൻ കാറ്റിൻ്റെ വേഗത വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഉയരത്തിൽ നല്ല സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമേ റാറ്റിൻ്റെ ഗുണം നമുക്ക് ലഭ്യമാക്കാൻ കഴിയൂ. എന്നാൽ ഗുജറാത്തിൽ ഉണ്ടായ ആ അപകടത്തിൽ റാറ്റ് ഡിപ്ലോയ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. എങ്കിൽ പോലും പൂർണ്ണമായും റാറ്റിന് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. കാരണം വിമാനം ഉയരത്തിലായിരുന്നില്ല, വേണ്ട വേഗതയും കൈവരിച്ചിരുന്നില്ല. റാറ്റിൻ്റെ പ്രൊപ്പലറിൻ്റെ കറക്കം മൂലമുണ്ടാകുന്ന പവർ ഔട്ട്പുട്ട് തീരെ കുറവായിരിക്കും. ഇതിൻ്റെ വലിപ്പം വിമാനത്തിനനുസരിച്ച് മാറും. ചെറിയ വിമാനത്തിലെ റാറ്റിൻ്റെ സൈസ് ആയിരിക്കില്ല വലിയ വിമാനത്തിന്. വലിയ വിമാനങ്ങളിൽ വളരെ വലിയ റാറ്റായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ, ഇന്ന് എന്താണ് റാറ്റെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും സന്നിഗ്ധ ഘട്ടങ്ങളിൽ റാറ്റ് എങ്ങനെയാണ് പൈലറ്റിനെ കഴിയുന്നത്ര സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്നതെന്നും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത തവണ നിങ്ങൾ വിമാനത്തിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റാറ്റ് ഇതിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഓർക്കുക. അത് ഒരിക്കലും ഡിപ്ലോയ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകരുത് എന്നുകൂടി പ്രാർത്ഥിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി തീർച്ചയായിട്ടും നൽകുന്നതായിരിക്കും. മറ്റുള്ളവർക്ക് പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വളരെ നന്ദി, നമസ്കാരം.